10th question. Consider an arithmetic sequence with common difference 6 and 7th term 52. Find the 15th term of the arithmetic sequence. Is it possible to get a difference of 100 between any two terms of this sequence? പൊതുവ്യത്യാസം 6ഉം 7ാം പദം 52മായ സമാന്തര ശ്രേണിയുടെ 15ാം പദം കണ്ടെത്തുക. ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾക്കിടയിലെ വ്യത്യാസം 100 ആകാൻ സാധ്യതയുണ്ടോ? 10ാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 6ഉം 7th ടേം 52 52മായിട്ടുള്ള ഒരു എപിയുടെ ഒരു സമാന്തര ശ്രേണിയുടെ 15ാമത്തെ പദം 15th ടേം കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ തന്നെ എന്തുണ്ട്, ഈ ശ്രേണിയിലെ ഈ സീക്വൻസിലെ ഏതെങ്കിലും ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് 100 ആകുമോ 100 ആകുമോ എന്നുള്ളൊരു ചോദ്യവും അതിലുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ഈ സീക്വൻസ് എപി കണ്ടുപിടിക്കാം, സമാന്തര ശ്രേണി കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 6ഉം 7ാമത്തെ ടേം 52മായിട്ടുള്ള സമാന്തര ശ്രേണി കണ്ടുപിടിക്കാൻ പോവുകയാണ്. 7ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുക? 7ാമത്തെ പദം സമം ഫസ്റ്റ് ടേം പ്ലസ് 6dl. അപ്പോൾ 7th ടേം കൂടെ തന്നിട്ടുണ്ട്. 52 ഫസ്റ്റ് ടേം അറിയില്ല, x1 പ്ലസ് 6 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസം 6 ആണ്. അപ്പോൾ x1 പ്ലസ് 6 ഇൻറ്റു 6 36 സമം 52. x1 സീക്വൽ ഫസ്റ്റ് ടേം സീക്വൽ ഈ 36 പ്ലസ് 36 അങ്ങോട്ട് വന്നാൽ മൈനസ് 36 എന്നാവും. x1 സീക്വൽ ടു 52 36 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 16 എന്ന ആൻസർ കിട്ടും. അതായത് അവർ തന്നിരിക്കുന്ന സീക്വൻസിലെ ഫസ്റ്റ് ടേം 16 ആണ് എങ്കിൽ ആ സീക്വൻസ് ശ്രേണി ഏതായിരിക്കും? 16. പൊതുവ്യത്യാസം 6 ആയതുകൊണ്ട് അടുത്ത ടേം 22, അടുത്ത ടേം ഏതായിരിക്കും? 28 എക്സെട്ര. ഇതാണ് അവർ തന്ന സമാന്തര ശ്രേണി. ഈ എപിയുടെ ഈ സമാന്തര ശ്രേണിയുടെ 15ാമത്തെ പദമാണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. 15ാമത്തെ പദം സമം x15 സീക്വൽ ടു x1 പ്ലസ് 14d സീക്വൽ ടു x1 എന്ന് പറയുന്നത് 16 ആണ്, 16 ആണ്, പ്ലസ് 14 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇതിന് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 16 പ്ലസ് 14 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 84 എന്ന ആൻസർ കിട്ടും. ആൻസർ സീക്വൽ ടു 100 എന്ന് കിട്ടും. അതായത് ഈ സീക്വൻസിലെ 15th ടേം 100 ആണെന്ന് കിട്ടും. ഓക്കെ, ഇതിൽ തന്നെ സബ് ക്വസ്റ്റ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദ്യമുണ്ട്. ഈ സീക്വൻസിലെ ഈ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം 100 ആകുമോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു സീക്വൻസിലെയും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എപ്പോഴും അതിൻ്റെ കോമൺ ഡിഫറൻസിൻ്റെ പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. ഇവിടെ ചോദ്യം ഈ സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് പദം, ചിലപ്പോൾ 30ാമത്തെ പദം 20ാമത്തെ പദമാവാം, അല്ലെങ്കിൽ 10ാമത്തെ പദം 5ാമത്തെ പദം ഏതും ആവും. ഈ ഒരു സീക്വൻസിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 100 ആകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് 100 എന്ന് പറയുന്ന സംഖ്യ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതാണോ നോക്കിയാൽ മതി. അപ്പോൾ ഈ സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ എന്ന് ചോദിച്ചാൽ 100 എന്ന് പറയുന്ന സംഖ്യ ഇതിൻ്റെ പൊതുവ്യത്യാസമായ കോമൺ ഡിഫറൻസ് ആയ 6ന്റെ ഗുണിതാണോ നോക്കുക. പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ നോക്കുക. പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ? അതായത് 10ൽ എത്ര? 6 ഒരു പ്രാവശ്യം 1 ഇൻറ്റു 6 6 ശിഷ്ട റിമൈൻഡർ എത്ര കിട്ടുക? 4. ഇനി ഇറക്കി എഴുതിയാൽ 0. 40ൽ എത്ര 6 പോവുക? 6 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 6 36 36 എന്ന് കിട്ടും. റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടും? 4. പൂർണ്ണമായും ഹരിക്കാൻ സാധിച്ചോ? ഇല്ല. അതായത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല 100. അതുകൊണ്ട് ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 ആവുകയില്ല. 11th question. 2x plus 1, 4x minus 1, 5x plus 1, are in an arithmetic sequence. A. Find x. B. Write the algebraic expression of the sequence. C. Find the position of 195 in this sequence. 2x plus 1, 4x minus 1, 5x plus 1 etc. എന്നിവ സമാന്തര ശ്രേണിയിലാണ്. x കണ്ടുപിടിക്കുക. ബി ക്വസ്റ്റ്യൻ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. സി ക്വസ്റ്റ്യൻ 195 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്? ഇതാണ് പറഞ്ഞിട്ടുള്ളത്. 2x plus 1, 4x minus 1,
ആൻഡ് 5x പ്ലസ് 1 എക്സെട്ര ഒരു എ പി ആണ്, ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ എക്സിന്റെ വില എത്രയെന്നാണ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ ശ്രേണിയുടെ, ആ തന്നിരിക്കുന്ന ശ്രേണിയുടെ ആൾജിബ്രിക് ഫോം ഓർ ബീജഗണിത വാചകം എഴുതാനാണ് ബി ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 195 ഈ ശ്രേണിയിലെ ഒരു ടേമാണ്, ഒരു പദമാണോ എന്നാണ് സി ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, എ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് എ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് എ ക്വസ്റ്റ്യൻ ചെയ്യാൻ? ഇതൊരു എ പി ആണെങ്കിൽ, സമാന്തര ശ്രേണിയാണെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 3 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പദത്തിൻ്റെയും മൂന്നാമത്തെ പദത്തിൻ്റെയും ആവറേജ് ആയിരിക്കും മിഡിൽ ടേം. അതായത് ഒന്നാമത്തെ പദത്തിൻ്റെയും മൂന്നാമത്തെ പദത്തിൻ്റെയും ശരാശരി ആയിരിക്കും നടുക്കെയുള്ള പദം. ഒരു എ പിയുടെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ പിയിലെ, ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്ന് പറയുന്നത് 2x പ്ലസ് 1 എന്നതാണ്. ഇതിലെ മൂന്നാമത്തെ പദമായിട്ട് തന്നിട്ടുള്ളത്, മൂന്നാമത്തെ ടേമായിട്ട് തന്നിട്ടുള്ളത് 5x പ്ലസ് 1 എന്നാണ്. അപ്പോൾ 5x പ്ലസ് 1 നമ്മൾ ശരാശരി കാണുക എന്ന് പറഞ്ഞാൽ ആവറേജ് കാണുക എന്നാണ്. ഈ ടേമും ഈ ടേമിന്റെ ആവറേജ് ആയിരിക്കും മിഡിൽ ടേം എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ ടേം പ്ലസ് ഈ ടേം ബൈ 2 ചെയ്താലാണ് നമുക്ക് ആവറേജ് ശരാശരി കിട്ടുക. അപ്പോൾ ഈ ടേം എഴുതി പ്ലസ് ഈ ടേം എഴുതി അല്ലേ, ബൈ 2. ഇപ്പോഴാണ് എന്ത് കിട്ടുക, ശരാശരി ഓർ ആവറേജ് കിട്ടുക. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? മിഡിൽ ടേമിന് ഈക്വൽ ആയിരിക്കും. എന്താ മിഡിൽ ടേം തന്നിട്ടുള്ളത്? 4x മൈനസ് 1 എന്നാണ് മിഡിൽ ടേം, നടുക്കെയുള്ള പദം തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ, ആദ്യ പദത്തിൻ്റെയും മൂന്നാമത്തെ പദത്തിൻ്റെയും ശരാശരിയാണ് നടുക്കെയുള്ള പദം. അപ്പോൾ ആദ്യ പദം പ്ലസ് മൂന്നാമത്തെ പദം ബൈ 2 സമം നടുക്കെയുള്ള പദം അല്ലെ, മിഡിൽ ടേം എന്ന് എഴുതാം. ഇതിൽ 2x ഇവിടെ ഒരു 5x തന്നിട്ടുണ്ട്. 2xനോട് കൂടെ 5x കൂട്ടിയാൽ 7x എന്ന് എഴുതാം. ഒന്നും കൂട്ടിയാൽ പ്ലസ് 2 ബൈ 2 ഈക്വൽ ടു 4x മൈനസ് 1. നമുക്കറിയാം ഏത് ടേമിൻ്റെ അടിയിലും ആരുള്ളത്? 1 എന്നുള്ളത്. അപ്പോൾ 4x മൈനസ് 1ൻ്റെ അടിയിലും 1 തന്നെ. ഇനി ഇതിനെ എ ബൈ ബി സമം പി ബൈ ക്യൂ രൂപത്തിലാണ്. എ ക്യൂ സമം ബി പി എന്നാണ് നമ്മൾ പഠിച്ചു അല്ലേ. ഇതേ ഗുണിക്കണം ഇത് സമം ഇതേ ഗുണിക്കണം ഇത് എന്ന് എഴുതാം. അപ്പോൾ ഒന്നിന് ഇതേറ്റ് ഗുണിച്ചാൽ 7x പ്ലസ് 2 തന്നെ കിട്ടും. സമം 2 ഇൻറ്റു ഈ ടേമിലെ 4x മൈനസ് 1. അപ്പോൾ ആൻസർ കിട്ടുക 7x പ്ലസ് 2 ഈക്വൽ ടു, ഈ 2നെ ബ്രാക്കറ്റ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 2നെ 4x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ മൈനസ് 1 ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2നെ 4x ആയിട്ട് ഗുണിച്ചാൽ 8x എന്ന് കിട്ടും. 2നെ മൈനസ് 1 ആയിട്ട് ഗുണിച്ചാൽ മൈനസ് 2 എന്ന് കിട്ടും. ഇതിൽ ഈ പ്ലസ് 7xനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ഈ മൈനസ് 2നെ ഞാൻ ഈ LHSലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഇവിടെ 8x ഉണ്ട്. ഈ പ്ലസ് 7x സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 7x ആയി മാറും. കൂട്ടണം 7x സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ കുറക്കണം 7x ആയി മാറും. ഇനി ഇവിടെ ഉള്ളത് ആരാ? 2 ഉണ്ട്. ഈ മൈനസ് 2നെ സമത്തിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ, LHSലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 2 സമത്തിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2 ആയിട്ട് മാറും. അപ്പോൾ 8xൽ നിന്ന് 7x കുറച്ചാൽ 1x എന്ന് കിട്ടും. 2 കൂട്ടിയാൽ 4, അതായത് എക്സിൻ്റെ വില നമുക്ക് കിട്ടി 4 എന്ന് കിട്ടി. എ ക്വസ്റ്റിൻ്റെ ആൻസർ എക്സിൻ്റെ വില എത്രയെന്നാണ് ചോദ്യം. എക്സിൻ്റെ വില എത്രയാണ്? 4. ഇതിലെ ബി ക്വസ്റ്റിനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇതൊരു ഈ എ പിയുടെ, ഈ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രിക് ഫോം ബീജഗണിത വാചകം എഴുതാനാണ്. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് നമുക്ക് വില കിട്ടി, ആ എക്സിന്റെ വാല്യൂ, എക്സിന്റെ വില ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സമാന്തര ശ്രേണി കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 4 ആണ്. 4 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും 2 ഗുണിക്കണം 4, 8 8ൽ കൂടെ 1 കൂട്ടിയാൽ 9 ആണെന്ന് കിട്ടും. രണ്ടാമത്തെ ടേം 4, എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. അപ്പോൾ 4 ഗുണിക്കണം 4 16, 16 കുറക്കണം 1 അല്ലേ, 16 1 കുറച്ചാൽ 15 എന്ന് വരും. ഇനി ഈ ശ്രേണിയിലെ മൂന്നാമത്തെ പദം, മൂന്നാമത്തെ ടേം എത്ര വരിക? 5 × 4 + 1, 5 × 4 20 + 1 21, 5 × 4 20, 20ന്റെ കൂടെ 1 കൂട്ടിയാൽ 21 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ശ്രേണി തന്നിട്ടുള്ളത്. ഈ ശ്രേണിയുടെ ആൾജിബ്രിക് ഫോം ബീജഗണിത വാചകമാണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ആൾജിബ്രിക് ഫോം എഴുതുക? xn = an + b എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് എ സൂചിപ്പിക്കുന്നത്? എ സൂചിപ്പിക്കുന്നത് എന്താണ്? പൊതുവ്യത്യാസത്തെയാണ്. എ സൂചിപ്പിക്കുന്നത് പൊതുവ്യത്യാസം. ബി എന്ന് പറഞ്ഞാൽ f - d ആണെന്ന് മുൻ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ xn = എയുടെ സ്ഥാനത്ത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? 15 - 9, 15 - 9 എത്ര കിട്ടുക? 15 - 9 = 6 ആണ് ഈ ശ്രേണിയുടെ
കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ്. അപ്പോൾ 6n പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ്. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസമാണ്. ആദ്യ പദം ഈ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണ്? 9 മൈനസ് പൊതുവ്യത്യാസം എത്രയാണ്? 6 സീക്വൽ ടു 6n പ്ലസ് 9 നിന്ന് 6 കുറച്ചാൽ 3 എന്ന് കിട്ടും. അപ്പൊ എക്സ് എൻ സീക്വൽ ടു 6n പ്ലസ് 3. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത വാചകം ആൾജിബ്രിക് ഫോം 6n പ്ലസ് 3 6n പ്ലസ് 3 എന്ന് കിട്ടും. ഇതിലെ സി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 195 ഈ ശ്രേണിയിലെ പദമാണോ? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശ്രേണിയുടെ nth ടേം എണ്ണാം പദം 195 എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ എക്സ് എൻ സി എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? എക്സ് എൻ മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഈ ക്വസ്റ്റ്യങ്ങൾ പഠിച്ചതാണ്. n എത്രാമത്തെ പദമാണ്, എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ് എക്സ് എൻ മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഇവിടെ എക്സ് എൻ ആയിട്ട് എടുക്കേണ്ടത് 195 ഇതിലെ പദമാണോ എന്നാണ് ചോദ്യം. അപ്പൊ എക്സ് എൻ ആയിട്ട് എടുക്കേണ്ടത് എത്രയാണ്? 195 അല്ലേ. അപ്പൊ 195 ഇതിലെ x1 എത്രയാണ്? ഫസ്റ്റ് ടേം എത്രയാണ്? 9 ആണ്. ബൈ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ് പ്ലസ് 1 സീക്വൽ ടു 195 നിന്ന് 9 കുറച്ചാൽ 10 കുറച്ചാൽ എത്രയാണ്? 185 ആണ്. 9 കുറക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ എത്ര കിട്ടുക? 186 എന്ന് കിട്ടും. അടിയിലാറുള്ള ബൈ 6 പ്ലസ് 1. ഇത് ഇവിടെ തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ് അല്ലെ. 6ൽ 6 ഒരു പ്രാവശ്യം, 18ൽ 6 3 പ്രാവശ്യം, 6ൽ 6 ഒരു പ്രാവശ്യം. ആൻസർ എത്ര കിട്ടുക? 31 എന്ന് കിട്ടും. അതായത് 186 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അരിച്ചാൽ 31 കിട്ടും. പ്ലസ് 1 സീക്വൽ ടു 32 എന്ന് കിട്ടും. അതായത് 195 ഈ ശ്രേണിയിലെ 32ാമത്തെ പദമാണെന്ന് കിട്ടും. 12th question. Consider two arithmetic sequences given below: 11, 19, 27, etc. and 50, 55, 60, etc. Is there a common number to these sequences at same term position? If yes, find the term positions. Find the term. 11, 19, 27 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലും 50, 55, 60 എന്ന സമാന്തര ശ്രേണിയിലും ഒരേ സ്ഥാനത്ത് ഉൾപ്പെടുന്ന പൊതുവായ ഒരു പദം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ സ്ഥാനവും പദവും കണ്ടെത്തുക. 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇവിടെ രണ്ട് സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 11, 19, 27. അതായത് ഇവിടുത്തെ പൊതുവ്യത്യാസത്തിന് 19 മൈനസ് 11 സമം 8 എന്ന് കിട്ടും. ഇവിടെ വേറൊരു സമാന്തര ശ്രേണി AP തന്നിട്ടുണ്ട്. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര? 55 മൈനസ് 50 5 എന്ന് കിട്ടും. ഈ രണ്ട് ശ്രേണിയിലെയും രണ്ട് സീക്വൻസിലെയും ഒരേ പ്ലേസിൽ ഒരേ സ്ഥാനത്ത് വരുന്ന ഒരേ പദങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സ്ഥാനത്തുള്ള പദമാണ്, അത് എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ഈ സീക്വൻസിൽ ഇങ്ങനെ 30ാമത്തെ പാദം ഒരു 120 ആണ് നിങ്ങൾ വിചാരിക്കുക. ഈ സീക്വൻസിലും 30ാമത്തെ പദം 120 ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഈ സീക്വൻസിൽ 30ാമത്തെ പദവും 120, ഈ സീക്വൻസിൽ 30ാമത്തെ പദം 120. അതായത് ഒരേ സ്ഥാനത്ത് വരുന്ന രണ്ട് പദങ്ങൾ തുല്യമായില്ലേ? അങ്ങനത്തെ പദങ്ങൾ ഈ രണ്ട് സീക്വൻസിന് ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ എത്രാമത്തെ സ്ഥാനം, ആ സംഖ്യ ഏത്? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഈ ശ്രേണിയുടെ n-ാമത്തെ പദവും ഈ ശ്രേണിയുടെ n-ാമത്തെ പദവും ഈ ശ്രേണിയുടെ nth ടേമും ഈ ശ്രേണിയുടെ nth ടേമും ഈക്വൽ ആയിരിക്കും എന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ എന്നിന് പൂർണ്ണമായൊരു പൂർണ്ണ സംഖ്യ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, ഒരു കറക്റ്റ് ഒരു ഡിജിറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ പറയും ആ പൊസിഷനിലെ നമ്പേഴ്സ് പരസ്പരം തുല്യമായിരിക്കും എന്ന് നിങ്ങൾ ആൻസറിൽ എത്തും. അങ്ങനെ ഒരു കറക്റ്റ് ഡിജിറ്റ്, ഒരു പൂർണ്ണ സംഖ്യ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ ശ്രേണിയുടെയും ഈ ശ്രേണിയിലെയും ഒരു നിശ്ചിത സ്ഥാനത്തെ സംഖ്യകൾ തുല്യമാവില്ല എന്ന ആൻസറിലാണ് എത്തുക. അപ്പോൾ ആവും എന്ന രീതിയിലാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്തു വരും. അപ്പോൾ ഇതിലെ n-ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ nth ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ x1 എത്രയാണ്? 11 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 8 അതോടെ കൊടുത്തു. അപ്പോൾ 11 പ്ലസ് 8 ഇൻറ്റു n 8n, 8 ഇൻറ്റു മൈനസ് 1 മൈനസ്
8 എന്ന് കിട്ടും. ഇതിൽ നിന്നും നമുക്ക് കിട്ടും 8n 11 ഇവിടെ 11 മൈനസ് 8 എത്രയാണ്? S3 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് എന്നാം പദത്തിന്റെ ഇക്വേഷൻ കിട്ടി 8n + 3. ഇതുപോലെ ഈ സീക്വൻസിന് എന്നാം പദവും കണ്ടുപിടിക്കുക. എന്നാം പദം xn = x1 + n - 1 × t. x1 എന്ന് പറഞ്ഞാൽ എത്ര? 15 50 പ്ലസ് n - 1 × t. ഇതിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 5. അതിവിടെ കൊടുത്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 15 plus 5 × n 5n 5 × -1 -5 equal to 5n 50 - 5 45 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ nth ടേമും കണ്ടുപിടിച്ചു. നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ nth ടേം ഇതിൻ്റെ nth ടേമിന് ഈക്വൽ ആയിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? 8n + 3 equal to ഏതിന് തുല്യം? 5n + 45 തുല്യം എന്ന് എഴുതും. ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ +5n സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, LHSലേക്ക് കൊണ്ടുവരിക. ഈ +3നെ RHSലേക്ക് കൊണ്ടുപോവുക. അപ്പം എന്താ? 8n + 5n ഇങ്ങോട്ട് വരുമ്പോൾ -5n സമം ഇവിടെ എന്താ ഉള്ളത്? 45. ഈ +3 സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -3 equal to 8n നിന്ന് 5n കുറച്ചാൽ 3n equal to 45 നിന്ന് 3 കുറച്ചാൽ 42. n equal to × 3 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ അരിക്കണം എന്നായി മാറും. 42 അരിക്കണം 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുക? എത്ര കിട്ടുക? അതിലൊന്നും എത്ര? 14 എന്ന് കിട്ടും. അതായത് എന്നിൻ്റെ വാല്യൂ 14. അതായത് ഈ സമാന്തര ശ്രേണിയുടെ ഈ AP-യുടെ 14th ടേം 14ാമത്തെ ടേമും ഈ സീക്വൻസിലെ 14th ടേം 14ാമത്തെ ടേമും സെയിം നമ്പറാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ആ നമ്പർ എത്ര ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ചെയ്യുക, ഈ സീക്വൻസിൻ്റെ 14ാമത്തെ ടേം ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെയും 14ാമത്തെ ടേം കണ്ടുപിടിക്കുക. ഇത് തന്നെയല്ലേ ഞാൻ ചെയ്ത് കിട്ടുന്ന ആൻസർ തന്നെയല്ലേ കിട്ടുക എന്ന് നോക്കുക. അപ്പോൾ ഇതിലെ 14ാമത്തെ ടേം അല്ലെ, അതിലെ 14ാമത്തെ ടേം ഈ സീക്വൻസിലെ 14ാമത്തെ ടേം ഞാൻ കണ്ടുപിടിക്കുകയാണ്. എന്താ? 11 + 13d എന്നല്ലേ? 13 × d എത്രയാണ്? 8. അപ്പോൾ ആൻസർ എത്ര? 11 + 13 × 8 എത്രയാണ്? 13 × 8 24 ശിഷ്ടം 2 104 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 115 എന്ന ആൻസർ കിട്ടൂലേ? അപ്പോൾ 14ാമത്തെ ടേം എത്ര കിട്ടി? 115. നിങ്ങൾ ഈ സീക്വൻസിലെ 14ാമത്തെ ടേം ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 115. അപ്പോൾ രണ്ട് സീക്വൻസിൻ്റെയും ഏത് പ്ലേസിലുള്ള വാല്യൂ ആണ് ഈക്വലായിട്ട്, ഏത് സ്ഥാനത്തുള്ള വാല്യൂ ആണ് ഈക്വലായി വരുന്നത്? 14ാമത്തെ പൊസിഷനിൽ. 14ാമത്തെ സ്ഥാനത്തുള്ള സംഖ്യ എത്രയാണ്? 115. ഈ സീക്വൻസിൻ്റെ 14ാമത്തെ പൊസിഷനിലെ സ്ഥാനവും 115 ആയിരിക്കും.